Next we are going to prove the corollary 4.10. Suppose that f belongs to m plus, then f of x is equal to 0 mu almost everywhere on x if and only if this integral is equal to 0. എന്താണ് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് വെച്ചാൽ വി സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 mu almost everywhere if there exists a measurable set n such that for all x does not belongs to n, for all x does not belongs to n, f of x is equal to 0 and the measure mu of n is equal to 0. ഇങ്ങനെ സെറ്റ് n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെഷറബിൾ സെറ്റ് n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എഫ് ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡി മ്യൂ ഈക്വൽ ടു 0. ദെൻ കൺസിഡർ en is equal to the set of all x belongs to x such that f of x is greater than 1 by n. അപ്പോൾ നമ്മൾ എന്താണ് എഫ് മെഷറബിൾ ആണ്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്തായിരിക്കും വിച്ച് ഈസ് മെഷറബിൾ സെറ്റ്. ദെൻ ens ആർ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ. സെറ്റ്സ് ഇൻ എക്സ് ബാർ ആണെന്ന് കിട്ടി. ഇൻക്രീസിങ് സീക്വൻസ് ആവുന്നത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? നമ്മൾക്കറിയാം n ലെസ് ദാൻ 1 by n plus 1 ആണ്. സോറി, n ലെസ് ദാൻ n plus 1 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 1 by n ഇസ് ഗ്രേറ്റർ ദാൻ 1 by n plus 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by n ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by n plus 1 ആയിരിക്കും. സോ എന്നിൽ വരുന്ന എല്ലാ എക്സുകളും en plus 1ലും വരും. അതായത് en is contained in en plus 1 ആണ്. സോ this is a sequence, increasing sequence of sets in x bar ആണെന്ന് കിട്ടി. ഇനി നോക്കുക. then f is greater than or equal to 1 by n chi en എന്ന് നമ്മൾക്ക് എഴുതാം. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by n ഫോർ ഓൾ എക്സ് ഇൻ en ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by n ഇൻറ്റു chi en എന്ന്, അതായത് 1 by n ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ? ആൻഡ് ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 by n ഇൻറ്റു chi en ഓഫ് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു en ആണെന്ന് കിട്ടി. കാരണം എന്താണ്? chi en ഓഫ് എക്സ് 1 ആയതുകൊണ്ട്. ഇനി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു en ആണെങ്കിൽ chi en ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ 0 ടൈംസ് 1 by n എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണുള്ളത്. അപ്പോഴും എഫ് ഓഫ് എക്സ് എന്താണ്? നോൺ നെഗറ്റീവ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ വരുന്നത്? സോ ഇൻ ടോട്ടൽ നമ്മൾക്ക് ഈ 0നെ എങ്ങനെയാണ് 1 by n ഇൻറ്റു chi en ഓഫ് എക്സ് എന്ന് ഈ കേസിലും എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ നമുക്ക് ഫംഗ്ഷൻ എഫിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by n ടൈംസ് chi en എന്ന് നമ്മൾക്ക് എഴുതാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് പ്രകാരം ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 by n chi en ഡി മ്യൂ എന്ന് വരും അല്ലേ? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ 0 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ബാക്കി ഇവിടെ നോക്കിയേ, ഇവിടെ. അപ്പോൾ അത് 0 ആയി. അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by n ടൈംസ്, ഒന്ന് ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 by ഇൻ്റഗ്രൽ ഓഫ് 1 by n chi en ഡി മ്യൂ എന്നായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ എഴുതിയത്. അതിവിടെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 by n കോൺസ്റ്റൻ്റ് അല്ലേ, ഇൻ്റഗ്രലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 1 by n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 1 by n ടൈംസ് ഇൻ്റഗ്രൽ chi en d mu എന്ന് വരും.
ഇൻ്റഗ്രൽ ഓഫ് കൈ ഇ എൻ ഡി മ്യൂ എന്താണ്? മ്യൂ ഓഫ് ഇ എൻ ആണ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ മ്യൂ ഓഫ് ഇ എൻ വന്നു. സോ ദിസ് ഈസ് 1/n ടൈംസ് മ്യൂ ഓഫ് ഇ എൻ ആണെന്ന് നമ്മൾക്ക് കിട്ടി അല്ലേ. ഇനി 1/n ടൈംസ് മ്യൂ ഓഫ് ഇ എൻ എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n ടൈംസ് മ്യൂ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് എന്ത് പറയാം? 1/n ടൈംസ് മ്യൂ ഓഫ് എൻ ഈക്വൽ ടു 0 ആണെന്ന് പറയാം. പക്ഷെ 1/n നോൺ 0 ആണല്ലോ. അപ്പോൾ പിന്നെ ഏതാ പോസിബിലിറ്റി ഉള്ളത്? മ്യൂ ഓഫ് ഇ എൻ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സെറ്റ് ഇ എന്നിൻ്റെ മെഷർ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ആണ്. ക്ലിയർ? ഇനി കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 which can be written as the union of ENs. എന്താണ്? which can be written as the union of ENs. അതുകൊണ്ടാണ് നമ്മൾ യൂണിയൻ ഓഫ് ENs ആയിട്ട് എഴുതാൻ പറ്റുന്നത്. സപ്പോസ് ഈ സെറ്റിന് ഞാൻ ഇ എന്നാണല്ലോ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ബിലോങ്സ് ടു ഇ എടുത്തു. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് f of x greater than 1/n greater than 0. This implies that x belongs to what? En. അല്ലേ. ആൻഡ് ഇതുപോലെ തന്നെ x belongs to, and this implies that x belongs to the union over n is equal to 1 to infinity e. ഇനി തിരിച്ച് ഞാൻ x belongs to this union എടുത്തു കഴിഞ്ഞാൽ x belongs to some of this ENs ആയിരിക്കും. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇ എൻ ആണെന്ന് എടുത്തു ഫോർ സം എൻ. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇ എൻ ആണെങ്കിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/n ആണ്. 1/n സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 കിട്ടി. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എക്സ് എവിടെ ഉണ്ട്? ഇയിലുണ്ട്. സോ എക്സ് ബിലോങ്സ് ടു ഇ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ബിലോങ്സ് ടു ദിസ് യൂണിയൻ എന്ന് കിട്ടി. സോ ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെറ്റ് ഈക്വൽ ടു യൂണിയൻ ഓവർ എൻ ഇ എൻ ആണ്. Now consider mu of En. This is equal to mu of union over n En. And here En is a increasing sequence ആണ്. അപ്പോൾ നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തത് പ്രകാരം mu മെഷർ ആയതുകൊണ്ട് this is equal to limit mu of En. And mu of En എന്തായിരുന്നു? 0 for all n ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താണ്? which is also 0. അപ്പോൾ എന്ത് കിട്ടി? mu of E equal to 0 കിട്ടി. ആൻഡ് ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുക എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുക. ആൻഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ ഏതാണ്? ഇ ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇയുടെ മെഷർ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവറിവെയർ എന്ന് കിട്ടി. കാരണം എന്താണ്? വി ക്യാൻ ഫൈൻഡ് എ മെഷറബിൾ സെറ്റ്. ഈ മെഷറബിൾ സെറ്റ് ആണ്. എന്തുകൊണ്ടാണ്? യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആയതുകൊണ്ട്. സോ ദർ വി ക്യാൻ ഫൈൻഡ് എ മെഷറബിൾ സെറ്റ് ഇ സച്ച് ദാറ്റ് മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആൻഡ് ഫോർ ഓൾ x does not belongs to E, f of x is equal to 0. അപ്പോൾ എന്ത് കിട്ടി? ഫംഗ്ഷൻ f is equal to 0 mu almost everywhere ആണെന്ന് കിട്ടി. Conversely, let f of x is equal to 0 mu almost everywhere. We need to prove that the function, the integral of that function is 0. If E is equal to the set of all x belongs to x such that f of x greater than 0. Okay. അങ്ങനെയാണെങ്കിൽ എന്താണ്? മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0 ആണ് നമ്മൾക്ക്. ലെറ്റ് എഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ടൈംസ് കൈ ഇ. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ടൈംസ് കൈ ഇ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് നമ്മൾക്ക് എന്താണ്? Then for each x in x there exists nn such that
എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ്. ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രൂ ആണ്, കാരണം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ 2 കേസസ് വരുന്നുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0യും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഒരു നാച്ചുറൽ നമ്പർ n എക്സിസ്റ്റ് ചെയ്യും വിത്ത് എന്താണ്, ഓക്കെ അങ്ങനെ വേണ്ട, എഫ് ഓഫ് എക്സ് 0 ആണെന്ന് കരുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കത്തില്ല, ഇയിലുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൈ ഇ എന്താണ്, 0 ആണ്. കൈ ഇ ഓഫ് എക്സ് 0 ആണ്. സോ n ടൈംസ് കൈ ഇ ഓഫ് എക്സ് 0 ആണ്. അതായത് എഫ് എൻ ഓഫ് എക്സ് 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ഫോർ ഓൾ n ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ്, ദർ എക്സിസ്റ്റ് നാച്ചുറൽ നമ്പർ വിത്ത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് നോൺ സീറോ ആവും നേരം, ഓക്കെ, എഫ് ഓഫ് എക്സ് നോൺ സീറോ ആവുമ്പോൾ ഈ എക്സ് എന്തായാലും എവിടെ ഉണ്ടായിരിക്കും, ഇയിൽ ഉണ്ടാവുമല്ലോ. ഇനി ഈ എഫ് ഓഫ് എക്സ് വെയിറ്റ്, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ എന്നൊരു ഡൗട്ട്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നോൺ സീറോ ആവുമ്പോൾ എക്സ് എന്തായാലും ഇയിലുണ്ടായിരിക്കും. അതുകൊണ്ട് കൈ ഇ ഓഫ് എക്സ് എന്തായാലും 1 ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സിന് 2 കേസസ് ഇവിടെയും വരുന്നുണ്ട്. എന്താണ്, വിച്ച് ഇസ് ലെസ് ദാൻ പോസിറ്റീവ് ഇൻഫിനിറ്റി, അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ആവാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾക്ക് എഫ് ഓഫ് എക്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? എന്തായാലും ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ഏത് റിയൽ നമ്പർ എടുത്താലും അതിനേക്കാളും ലാർജർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്തായാലും നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ഞാൻ കൈ എഫ് എക്സ് 1 അല്ലേ, അപ്പോൾ n ടൈംസ് കൈ ഓഫ് എക്സ് എന്താണ്, n ആണ് വരുന്നത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ n ടൈംസ് കൈ ഓഫ് എക്സ് വന്നു, അതെന്താണ്, എഫ് എൻ ഓഫ് എക്സ് ആണ്. ക്ലിയർ? ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഇങ്ങനൊരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യത്തില്ല, അല്ലേ? എന്താണ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പറും എക്സിസ്റ്റ് ചെയ്യത്തില്ല, അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് എക്സ് എവിടെ ഉണ്ട്, കൈ ഓഫ് എക്സിലുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആവുന്ന കേസിൽ അതിനെ എങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്, n അല്ലേ വാല്യൂ വരുന്നത്. ഇപ്പോൾ എന്നിൻ്റെ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ് വരുന്നത്, അല്ലേ? ഇനി ഈ കേസിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ബാക്കി എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് വരും ആ കേസസിലെല്ലാം, അല്ലേ? ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആവുന്നത് നമ്മൾക്ക് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് വരും. കാരണം എന്താണ്, അവിടെ അത് ഇൻഫിനിറ്റി തന്നെയാണ് വരുന്നത്. കാരണം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് ആയിട്ടല്ലേ വരും ലിമിറ്റ് ഇൻഫിമം. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നിങ്ങൾ അന്നേരം ഇത് കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് ഒരൊറ്റ ലൈൻ അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏതാണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയിരിക്കുന്ന നോട്ടിലാണ്. എന്താണ്, ദെൻ ഫോർ ദർ എക്സിസ്റ്റ് n സച്ച് ദാറ്റ്, ദെൻ ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് കഴിഞ്ഞിട്ട് അത് ഇത്രയും അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഈസ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ, അത്ര മതി. ഓക്കെ, ദർഫോർ നമുക്കറിയാം ഇൻ്റഗ്രൽ എന്തായാലും നോൺ നെഗറ്റീവ് ആണ്. എനി ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും നോൺ നെഗറ്റീവ് ആണ് വരുന്നത്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ആണ്. ആൻഡ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതും മെഷറബിൾ ഫംഗ്ഷൻ ആണ്. സോ അതുകൊണ്ട് ഇൻ്റഗ്രലും എന്തായിരിക്കും, സെയിം ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? സോ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി മ്യൂ എന്ന് വന്നു. ഇനി നമ്മൾക്ക് ഫാക്ടേഴ്സ് ലെമ്മ വെച്ചിട്ട് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. സൈഡിൽ ബൈ ഫാക്ടേഴ്സ് ലെമ്മ
എന്താ വെച്ചാൽ റിസൾട്ട് അത് എഴുതി വെക്കണം. ഓക്കെ, ആൻഡ് എഫ് എൻ എന്താണ്? എൻ ടൈംസ് കൈ ഇ ആയിരുന്നല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എൻ കൈ ഇ ഡി മ്യൂ. എൻ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ലിമിറ്റ് ഇൻഫിമം ഓഫ് എൻ ടൈംസ് ഇൻ്റഗ്രൽ കൈ ഇ ഡി മ്യൂ വരും. ഇൻ്റഗ്രൽ കൈ ഇ ഡി മ്യൂ എന്താണ്? മ്യൂ ഓഫ് ഇ ആണ്. സോ ലിമിറ്റ് ഇൻഫിമം ഓഫ് എൻ ടൈംസ് മ്യൂ ഓഫ് ഇ വരും. മ്യൂ ഓഫ് ഇ എന്താണ്? 0 അല്ലേ? മ്യൂ ഓഫ് ഇ എന്തായിരുന്നു? 0 ആണ്. സോ നമ്മൾക്ക് എൻ ടൈംസ് മ്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 വരും. അതിൻ്റെ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്? അതും 0 ആണ്. അപ്പോൾ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ വിച്ച് മീൻസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു 0 മ്യൂ almost everywhere if and only if the integral f d mu is equal to 0. Clear? Okay, ഇനി അടുത്തത് നെക്സ്റ്റ് corollary. Suppose that f belongs to m plus and define lambda on x bar by lambda of e is equal to integral of f over e with respect to mu. Then the measure lambda is absolutely continuous. What it means by absolutely continuous? With respect to mu. Absolutely continuous with respect to mu in the sense that എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് if e belongs to x bar and mu of e equal to 0 then lambda of e is equal to 0. എന്താണ്? മ്യൂ എക്സിലുള്ള ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ, എക്സ് ബാറിലുള്ള ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ മെഷർ വിത്ത് റെസ്പെക്ട് ടു മ്യൂ 0 ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ലാംഡ ഓഫ് ഇ ഈസ് ഓൾസോ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ലാംഡ എന്ത് പറയാം? ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പ്രൂഫിലോട്ട് വരാം. ഇഫ് മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0, if mu of e equal to 0 for some e in x, then f chi e vanishes mu almost everywhere. അല്ലേ? mu of e equal to 0 ആണെങ്കിൽ f chi e 0 ആവുന്നത് എവിടെയൊക്കെയാണ്? 0 ആവുന്നത് x does not belongs to e ആവുന്നതും ഈ ഒരു വാല്യൂ 0 ആവുന്നുണ്ട് അല്ലേ? എഫ് കൈ ഇ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആണ് അല്ലേ? ആൻഡ് ഇയുടെ മെഷർ എന്താണ്? 0യുമാണ് വിത്ത് റെസ്പെക്ട് ടു മ്യൂല്. അപ്പോൾ എഫ് കൈ ഇ എന്തായി? വിച്ച് വാനിഷസ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം നമ്മൾക്ക് ഈ ഇൻ്റഗ്രൽ എഫ് കൈ ഇ ഈക്വൽ ടു 0 എന്നായിട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രൽ എന്തായി തീർന്നു? 0 ആയി തീർന്നു. ആൻഡ് ഈ ഇൻ്റഗ്രലാണ് എന്തിന് ഈക്വൽ ആവുന്നത്? ലാംഡ ഓഫ് ഇക്ക്. സോ ലാംഡ ഓഫ് ഇ ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഈ ഒരു ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഇതിലുള്ള ലാസ്റ്റ് കൊറോളറിയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ 4 ഇവിടെ കംപ്ലീറ്റ് ആവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. If sequence fn is a monotone increasing sequence of functions in m plus of x bar which converges mu almost everywhere on x to a function f in m plus, then integral f d mu is equal to limit integral f d mu. എന്താ പറഞ്ഞിരിക്കുന്നത്? fn converges to f for all points എന്ന് പറഞ്ഞിട്ടില്ല. fn converges to f mu almost everywhere എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് there exists a measurable set E such that fn of x converges to f of x for all x does not belongs to E and mu of E equal to 0. അതാണ് നമ്മൾക്ക് ഓൾമോസ്റ്റ് എവരിവെയറിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ലിമിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഡി മ്യൂന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ്
ലെറ്റ് n ബിലോങ്സ് ടു എക്സ് ബാർ. ഇത് നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിൻ്റെ n അല്ല ഡിനോട്ട് ചെയ്യുന്നത്, ജസ്റ്റ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സോ ലെറ്റ് n ബിലോങ്സ് ടു എക്സ് ബാർ ബി സച്ച് ദാറ്റ് mu of n equal to 0 and sequence fn converges to f at every point of m is equal to x minus n. ഞാൻ നേരത്തെ സെറ്റ് ഇ പറഞ്ഞില്ലേ, അതിന് വേറെ ഇവിടെ n എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താണ് എന്നിൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് എക്സ് മൈനസ് n, അതിനെയാണ് എം എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എമ്മിലുള്ള എല്ലാ പോയിൻറ്റ്സിനും ആ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് mu of n 0 ആണ്. ഓക്കെ, നൗ കൺസിഡർ fn ഇൻറ്റു കൈ എം. ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ fn കൺവേർജസ് ടു എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എമ്മിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും, ഓക്കെ, എമ്മിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും എനിക്ക് ഇവിടെ fn ഓഫ് എക്സ് ഇൻറ്റു കൈ എം ഓഫ് എക്സ് എന്ന് എഴുതിയാൽ കൈ എം ഓഫ് എക്സ് എന്താണ്? 1 അല്ലേ? അപ്പോൾ fn ഓഫ് എക്സ് ഇൻറ്റു കൈ എം ഓഫ് എക്സ് എന്തായിരിക്കും? fn ഓഫ് എക്സ് തന്നെ, എക്സ് ബിലോങ്സ് ടു എം ആണെങ്കിൽ. ആൻഡ് fn ഓഫ് എക്സ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? എമ്മിലുള്ള എല്ലാ പോയിൻറ്റ്സിനും എഫ് ഓഫ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു കൈ എം ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? എക്സ് ബിലോങ്സ് ടു എം ആവുന്നത് ഇത് ട്രൂ ആവുന്നുണ്ട്. ഇനി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എം ആവുമ്പോൾ കൈ എം ഓഫ് എക്സ് എന്താണ്? 0 ആണല്ലോ. കൈ എം ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അപ്പോൾ fn ഓഫ് എക്സ് ഇൻറ്റു കൈ എം ഓഫ് എക്സ് എന്താണ്? അതും 0 ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു കൈ എം ഓഫ് എക്സും 0 ആണ്. അപ്പോൾ 0 കൺവേർജസ് ടു 0. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ആയാലും എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണെങ്കിലും നമ്മൾക്ക് എന്ത് കിട്ടി? fn ഇൻറ്റു കൈ എം എഫ് കൈ എമ്മിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. അതായത് എക്സിലുള്ള സ്പേസിലുള്ള എല്ലാ പോയിൻറ്റ്സ് എടുത്താലും നമ്മൾക്ക് ഈ fn കൈ എം എന്ന് പറയുന്ന സീക്വൻസ് എടുത്താൽ അത് എഫ് കൈ എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് ഇവിടെ fn കൈ എം കൺവേർജസ് ടു എഫ് കൈ എം എന്ന് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്നല്ല, എവരിവെയർ ആണ്, എല്ലാ പോയിൻറ്റ്സിലും ഉണ്ട്. അപ്പോൾ അവിടെ കൂടാതെ fn ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് fn കൈ എമ്മും ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. കാരണം എമ്മിൽ കൈ എം 0 ആണ്, അപ്പോൾ fn അവിടെ ഇൻക്രീസിങ് ആയി. എമ്മിൽ ഇല്ലാത്ത പോയിൻറ്റ്സിന് എന്താണ്? കൈ എം 0 ആണ്, അപ്പോൾ fn മൊത്തത്തിൽ 0 ആയി. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയിട്ടായിരുന്നത്. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾക്ക് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ആൻഡ് വിച്ച് കൺവേർജസ് ടു എഫ് കൈ എം ആണ്. ഇപ്പോൾ കൺവേർജൻസ് തിയറം, മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമ്മൾക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ എഫ് കൈ എം ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ കൈ എം ഡി മ്യൂ എന്നെഴുതാൻ പറ്റും. ക്ലിയർ? ആൻഡ് ഹിയർ മ്യൂ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 അല്ലേ? മ്യൂ ഓഫ് എൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഫ് കൈ എൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് കൈ എൻ ആൻഡ് എഫ് എൻ കൈ എൻ കൺസിഡർ ചെയ്യാം. എന്താണ്? എഫ് കൈ എൻ ആൻഡ് എഫ് എൻ കൈ എൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ എഫ് കൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആണ് അല്ലേ? കൈ എൻ ഓഫ് എക്സ് 0 ആയതുകൊണ്ട്. അതുപോലെ തന്നെ എഫ് എൻ കൈ എൻ ഓഫ് എക്സും ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. ആൻഡ് എന്നിൻ്റെ മെഷർ എന്താണ്? 0യുമാണ്. അപ്പം നമ്മൾക്ക് എന്ത് പറയാം? എഫ് കൈ എന്നും എഫ് എൻ കൈ എന്നും ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയാം. അതായത് വാനിഷസ് മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ. ക്ലിയർ? കാരണം എന്താണ്? ദീസ് ടു ആർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. എന്നിൻ്റെ മെഷർ 0യുമാണ്.
ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾക്ക് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ഇത് രണ്ടും ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ ആയതുകൊണ്ട് രണ്ട് ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ എഫിന് എനിക്ക് എങ്ങനെ എഴുതാം? എഫ് കൈ എം പ്ലസ് എഫ് കൈ എൻ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കാരണം എക്സ് ബിലോങ്സ് ടു എക്സ് എടുത്താൽ എക്സ് ഒന്നുകിൽ എമ്മിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ എമ്മിൻ്റെ കോംപ്ലിമെൻ്റായ എന്നിലുണ്ടായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നിലേ ഉണ്ടാവത്തുള്ളൂ ആണല്ലോ. എക്സ് ബിലോങ്സ് ടു എം ആണെങ്കിൽ കൈ എം 1 ആയിരിക്കും. ഈ വാല്യൂ മൊത്തത്തിൽ 0 ആവും. കാരണം എന്താണ്? കൈ എൻ ഓഫ് എക്സ് 0 ആയതുകൊണ്ട്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് തന്നെ വന്നില്ലേ? ഇനി എക്സ് ബിലോങ്സ് ടു എൻ ആണെങ്കിൽ കൈ എൻ 1 ആയിരിക്കും, കൈ എം 0 ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റിലത്തെ ടേം മൊത്തത്തിൽ 0 ആയി. ഇനി സെക്കൻഡ് ടേമിൽ എഫ് ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ നമ്മൾക്ക് ഇൻ ടോട്ടൽ എഫിനെ എങ്ങനെ എഴുതാം? എഫ് കൈ എം പ്ലസ് എഫ് കൈ എൻ എന്ന് എഴുതാം. ക്ലിയർ? ഇതുപോലെ തന്നെ നമ്മൾ ഈ എഴുതിയതുപോലെ തന്നെ നമ്മൾക്ക് എഫ് എന്നിനെയും എഴുതാൻ സാധിക്കും. സോ എഫ് എൻ എവിടെ? എഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് എൻ കൈ എം പ്ലസ് എഫ് എൻ കൈ എൻ. സോ ഇറ്റ് ഫോളോസ് ദാറ്റ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ കൺസിഡർ ചെയ്യുക. ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈക്വൽ ടു എഫിന് പകരം എന്താണ്? ഇത് രണ്ട് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് കൈ എം പ്ലസ് എഫ് കൈ എൻ ഡി മ്യൂ എന്ന് വരും. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് കൈ എം ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് കൈ എൻ ഡി മ്യൂ എന്ന് വരും. ആണല്ലോ. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എഫ് കൈ എൻ വാനിഷസ് മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന്. അപ്പോൾ നമ്മൾക്ക് മുൻപേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ഇത് 0 ആയിരിക്കും അല്ലേ? കാരണം എഫ് കൈ എൻ ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ ഇംപ്ലൈസ് ദാറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് കൈ എൻ ഈക്വൽ ടു 0. കാരണം ഇവിടെ എന്നിൻ്റെ വാല്യൂ മെഷർ എന്താണ്? 0 ആയതുകൊണ്ട്. ആൻഡ് എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആയതുകൊണ്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് നമ്മൾക്കിതാ ഈ ഒരു ടേം 0 കിട്ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് കൈ എം ഡി മ്യൂ. ഇനി ഇൻ്റഗ്രൽ എഫ് കൈ എം ഡി മ്യൂ ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ കൈ എം ഡി മ്യൂ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ കൈ എം ഡി മ്യൂ എന്ന് കിട്ടി നമ്മൾക്ക്. ഇനി ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ്, ഇവിടെ നോക്കിക്കേ, എഫ് എൻ കൈ മ്യൂന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് എന്തും എഴുതാം? ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ കൈ എൻ ഡി മ്യൂ എന്ന് എഴുതാം. കാരണം എഫ് എൻ കൈ എൻ ഈക്വൽ ടു 0 മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. കാരണം എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആണ്. എൻ എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ 0യുമാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഈക്വൽ ടു 0 ആയതുകൊണ്ട് മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റും എന്താണ്? 0 ആണ്. സോ എനിക്കിങ്ങനെ എഴുതാം, ഈ ഒരു ഇതിനോട് പ്ലസ് ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ കൈ എൻ ഡി മ്യൂ എന്ന് എഴുതാൻ പറ്റും. കാരണം ഈ വാല്യൂ മൊത്തത്തിൽ 0 ആയതുകൊണ്ട്. ഇനി ഇതിനെ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ കൈ എം ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ എഫ് എൻ കൈ എൻ ഡി മ്യൂ, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ കൈ എം പ്ലസ് എഫ് എൻ കൈ എൻ ഡി മ്യൂ. ആൻഡ് എഫ് എൻ കൈ എം പ്ലസ് എഫ് എൻ കൈ എൻ ഇസ് എഫ് എൻ. Therefore this is equal to limit of integral fn d mu എന്ന് കിട്ടി. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എന്ത്? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് ഇൻ്റഗ്രൽ fn d mu. ഓക്കെ, സോ മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൻ്റെ ഒരു ജനറൽ കേസ് ആയിട്ടായിട്ടും ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ജനറലായിട്ട് ആ ഒരു കൺവേർജൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോളറി കൂടെ ഞാൻ നേരത്തെ ലാസ്റ്റ് കൊറോളറി എന്ന് പറഞ്ഞു പോയിരുന്നു. ഒന്നും കൂടെ ഉണ്ട്. ഇതോട് കഴിഞ്ഞാൽ സത്യമായിട്ടും കഴിഞ്ഞു കേട്ടോ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ കൊറോളറി 4.13, ലെറ്റ് സീക്വൻസ് ജി എൻ ബി എ സീക്വൻസ് ഇൻ എം പ്ലസ് ദെൻ the integral of the series summation n is equal to 1 to infinity d mu
is equal to integral of the summation n is equal to 1 to infinity integral gn d mu. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുന്നു വെച്ചാൽ എഫ് എൻ ഇസ് ഈക്വൽ ടു G1 + G2 + എക്സെട്ര GN എന്നെടുക്കുന്നു. അപ്പോൾ GNs എല്ലാം നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് എഫ് എൻസ് എന്തായിരിക്കും? എൻ ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും അല്ലേ? then fn's are increasing sequence of functions in m plus. അത് m പ്ലസിൽ വരാൻ കാര്യം എന്താണ്? നോൺ നെഗറ്റീവ് ആണെന്നും fn's എന്താണ്? നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മേഷനായിട്ടാണ് വരുന്നത്. സോ എഫ് എന്നും നോൺ നെഗറ്റീവ് ആണ്. മെഷറബിൾസ് ഫങ്ഷൻസിൻ്റെ സമ്മേഷൻ ആയതുകൊണ്ട് മെഷറബിളും ആണ്. സോ ദിസ് ഈസ് എ മെഷറബിൾ നോൺ നെഗറ്റീവ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ്? മോണോട്ടോൺ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് എന്താണ്? ഇൻ്റഗ്രൽ ലിമിറ്റ് എഫ് എൻ ഡി മ്യൂ ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. ഇനി എഫ് എൻ എന്താണ്? ഈ ഒരു സമ്മേഷൻ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻ്റഗ്രൽ ലിമിറ്റ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ജി ജെ ഡി മ്യൂ ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ജി ജെ ഡി മ്യൂ. ഇനി ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ജി ജെ ഡി മ്യൂ ഈക്വൽ ടു ലിമിറ്റ്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് എന്താണ്? ഇൻ്റഗ്രൽ ഒരു കോള് വന്നിട്ട് കട്ടായതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യായിരുന്നു അല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ലെഫ്റ്റ് സൈഡ് എഴുതി, റൈറ്റ് സൈഡിൽ ഇതാ ഈ സമ്മേഷൻ ഇൻ്റഗ്രൽ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ജി ജെ ഡി മ്യൂവിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ജി ജെ ഡി മ്യൂ എന്ന് എഴുതാം. സോ ഇവിടെ എന്താണ്? ലിമിറ്റ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ജി ജെ ഡി മ്യൂ എന്ന് വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity ഇൻ്റഗ്രൽ ജി ജെ ഡി മ്യൂ എന്ന് വരും. സോ ഇൻ ടോട്ടൽ ഇൻ്റഗ്രൽ സമ്മേഷൻ ജെക്ക് വരെ ഞാൻ n വെച്ച് എഴുതുന്നു. n ഇസ് ഈക്വൽ ടു 1 to infinity ജി എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity ഇൻ്റഗ്രൽ ജി എൻ ഡി മ്യൂ. അപ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി ഫോർത്ത് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് മൊഡ്യൂളിൽ ഇനി ഒരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്, ഒരു ചാപ്റ്റർ കൂടെ വരുന്നുണ്ട്. ഓക്കെ.